പുസ്തകം ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിലത്തെ വരികൾ നമ്മൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് വരികൾക്കിടയിൽ വായിച്ചുകൊണ്ട് ധിഷണ ബുദ്ധിയെ അതിൻ്റെ ഏറ്റവും നല്ല മാർഗത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ജയിലഴികൾക്കകത്ത് അവസാന നിമിഷം കിടക്കുന്ന സമയത്ത് ഭഗത് സിംഗിനെ വിളിക്കാൻ വേണ്ടി ജയിലർ പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ജയിലർ ഇങ്ങനെ നടന്നു പോകുകയാണ് ഭഗത് സിംഗിന്റെ സെല്ലിനകത്തേക്ക്. കാരണം ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ പോകുന്നു. ഏത് സമയം നിമിഷങ്ങൾ കഴിഞ്ഞാൽ, മിനിറ്റുകൾ കഴിഞ്ഞാൽ അദ്ദേഹം തൂക്കുകയറിലേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ ജയിലർ അദ്ദേഹത്തിന്റെ സെല്ലിന് മുന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഭഗത് സിംഗിന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ലെനിന്റെ ജീവചരിത്രമാണ് ഭഗത് സിംഗ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പോവാം എന്ന് ജയിലർ പറയുന്ന സമയത്ത് ഭഗത് സിംഗ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ ഇതിന്റെ അവസാനത്തെ താളുകൾ കൂടി തീർക്കട്ടെ, അടുത്ത മിനിറ്റിൽ മരിക്കാൻ പോവുകയാണ്, പിന്നെ എന്തിനാ അയാൾ വായിക്കണം? അപ്പോൾ വിജ്ഞാനം എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത്, ദിഷണ എന്ന് പറയുന്നത്, തലച്ചോറ് എന്ന് പറയുന്നത് അത് പാകപ്പെടാൻ അവസാന നിമിഷവും വരെ പ്രയത്നിച്ച അനേകം മഹാരഥന്മാർ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ കുറെ ആളുകൾ കടന്നു വന്നു.